Hey guys, welcome back to my channel. This is Archana and you're watching Life Unedited by Archana. അപ്പോൾ ദാ ഇന്ന് മുതൽ 15 ദിവസത്തേക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഈ 15 ദിവസത്തെയും കുറച്ച് ഹാപ്പി മൊമെന്റ്സും മറ്റുമൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസത്തെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ കുറച്ച് നല്ല മൊമെന്റ്സ് ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ വെൽക്കം ടു ദ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ബ്ലോഗ്. ఇక్కడేందా ఎంత చూసాడి ఏం చూసు మస్క్ మెలన్ మస్క్ పింక్ కలర్ ಐತಲ್ವಾ ಮಸ್ಕ್ ಮೆಲನ್ ಅಲ್ಲ ಏ ಪ್ರಾಮಿಸ್ ನಾನು ಹೇಳಿದ್ರೆ ಯಾರು ಬಿಲೀವ್ ಮಾಡಲ್ಲ ಅಂತ വെറുതെ നടക്കുന്ന ഇതൊക്കെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ്. ഇതൊക്കെ തന്നെ വല്ലാത്തൊരു പോസ്റ്റിംഗ് ആയിപ്പോയി. ഒരു പട്ടീനല്ലേ ഫ്രണ്ട് ഇരുത്തിക്കൊണ്ട് പോകുന്ന ബൈക്കില്. കാറ്റ് വീശട്ടെ, എനിക്കിപ്പോഴൊരു ആശ്വാസം കിട്ടുന്നത്. ഇവിടുത്തെ ഞങ്ങളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഓരോ വീട്ടിൽ ചെന്നിട്ട് സെൻസസ് എടുക്കുകയാണ്. 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് ഓരോ വീടും വെച്ചിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ സൂജ, ഹാപ്പി ബർത്ത്ഡേ. അലോട്ട് ചെയ്തിരിക്കുന്ന വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ എന്തായാലും അങ്ങനെ ഇരിക്കാറില്ല കേട്ടോ. എത്ര നേരം അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ഇരിക്കുക ബോറടിക്കില്ല. ഞങ്ങൾ അവരോട് ചോദിക്കേണ്ടതൊക്കെ ചോദിച്ചിട്ട് മെല്ലെ പുറത്ത് ചാടും. പിന്നെ ഇതാ ഇങ്ങനെ കറങ്ങി നടക്കലാണ് ഞങ്ങളുടെ ജോലി. എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ എല്ലാരും മീറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിപ്പോ നല്ല മാങ്ങയുടെ സീസണാന്ന് തോന്നുന്നു. അപ്പൊ ദാ ഫ്രണ്ട്സിന് അലോട്ട് ചെയ്ത വീട്ടിൽ നിന്ന് അവര് പറിച്ചോണ്ട് വന്നാട്ടോ ഈ മാങ്ങ. അത് ഈ കവർ നിറയുള്ള മാങ്ങ. ചിലതിനൊക്കെ നല്ല മധുരം, ചിലതിനൊക്കെ നല്ല പുളിയുണ്ട്. ഹലോ ഗൈസ്, കമ്മ്യൂണിറ്റി പോസ്റ്റിംഗിന്റെ സെക്കൻഡ് ഡേ ആണ്. ഞാനും അമ്മ കൂടെ പറിച്ചുകൊണ്ടുവന്ന മാങ്ങയാണ് നമ്മൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അതെ, നല്ല മാങ്ങയാണ്. ഒരു സന്മനസ്സുള്ള അക്ക നമ്മളുടെ മാങ്ങ പറിക്കാനുള്ള ഇത് കണ്ടിട്ട് നല്ല രസമുണ്ട്. ഉണ്ട് പറ. നമ്മളെ ഒരു അപ്പാർട്ട്മെന്റിന്റെ ടെറസിൽ കയറിയിട്ട് അവിടുന്ന് ഹൊക്കയിട്ട് തള്ളിട്ട് പറിച്ചാണ്. മനസ്സിലാ ഒരു വലിയ സിക്ക്. ഞങ്ങളുടെ തോട്ടി എന്ന് പറയുന്നത്. ബൈ ഗൈസ്. തോട്ടി. Water channel. Come there, everyone eating. Beside that flippers. Flip the camera. Flip the camera. എനിക്ക് സാരി പിടിച്ച് ഫ്ലിപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതന്നെ ഓപ്ഷൻ ഇല്ല, ഞാൻ തന്നെ തിരിക്കണം. സാറേ മാങ്ങ കഴിച്ചോ? പക്ഷേ ഈ മാങ്ങ എങ്ങനെയുണ്ട്? പല്ലില് കമ്പിട്ടേക്കുന്നോണ്ട് കഴിക്കാൻ പറ്റില്ല. It was just two lovers sitting in the couch and in the blindfold. ഉണ്ടോ? ജലദോഷം കഴിക്കാൻ പറ്റില്ല. Biscuit from my mother. Like where you at tonight? You know all about it. I was all alone with a love. ഞങ്ങളുടെ റെസ്റ്റിംഗ് പ്ലേസ് ആണിത്. എല്ലാവരുടെയും ബാഗ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്നത്. നല്ലൊരു വീട്ടിൽ ചേച്ചിയാന്ന് തോന്നുന്നു. ഞങ്ങൾ ഇതുവരെ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല. ഭയങ്കര വെയിലാണ്. ഞങ്ങൾ എപ്പോഴും റെസ്റ്റ് 2 ദിവസമായിട്ടും ആകെ. 2 ദിവസം ഞങ്ങൾ ഇവിടെ തന്നെയാണ്. ഇവിടെ കലിങ്ക് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ ബാഗ് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഫസ്റ്റ് ദിവസമാണ് ഇങ്ങനെ സാരി കൊടുത്തിട്ട്. ഇന്നലെ യൂണിഫോം ആയിരുന്നു. ബ്ലൗസ് തയ്ച്ച് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ സാരി കൊടുത്ത്. ഞങ്ങൾക്കിവിടെ നല്ല വെയിലുണ്ട്. ആർച്ച അങ്ങോട്ട് പോകുമ്പോ എടി ഇത് ഓടല്ലേടി, ഓടിന് ഭയങ്കര തണുപ്പാ. കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് പറയുമ്പോ നമ്മള് വളരെ വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. പക്ഷെ ഒന്നുമില്ല കേട്ടോ, സത്യത്തിൽ ഒന്നുമില്ല. ഇവിടെ ഒരു പണിയില്ല. ഇതിലിപ്പോ ഏതാ കടവംസ് ആയിരുന്നു. അവിടെ റെസിഡൻസിന് നോക്കണ പണിയെങ്കിലും നമുക്കുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഇപ്പൊ 2 ദിവസമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പണിയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വെറുതെ ഈ റോട്ടിൽ കൂടെ
ഇങ്ങനെ നടക്കലാണ് പണി. സംഭവം ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു 5 പേരുടെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഓരോ വീട് നമുക്ക് തരും. ആ വീട്ടിലാണ് നമ്മൾ 5 ദിവസം 6 ദിവസം അങ്ങാണ്ട് നിൽക്കേണ്ടത്. 6 ശനിയാഴ്ച ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ 5 ദിവസം നിൽക്കേണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു വീട് തന്നിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലുള്ളവര് 3-4 ദിവസത്തേക്ക് എങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് നിലവിൽ അങ്ങനെ വലിയ ഒരു വീടായിട്ടില്ല. ഞങ്ങൾ കുറെ വീടുകളാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യണം, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഹിസ്റ്ററി മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോ സമ്മർ സീസണോട് ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്, ഭയങ്കര വെയിലാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്ക്രീനിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റുന്നില്ല, കണ്ണിങ്ങനെ അടഞ്ഞു പോകാൻ. കാരണം അപ്പുറത്തുനിന്ന് ഭയങ്കര വെയിലടിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഭയങ്കര തണലുള്ള സ്ഥലങ്ങളൊക്കെ കുറവാണ്. ചുറ്റും മൊത്തത്തിൽ വീടുകളാണ്. മൊത്തം വീട്, ഒരിത്തിരി സ്ഥലം പോലും ഇല്ല. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും കയറി ഇരിക്കണമെങ്കിൽ വീടിന്റെ മുറ്റത്ത് വേണം കയറി ഇരിക്കാനായിട്ട്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ സ്ഥലം അവിടെയാണ് ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് കലിങ്ക് പോലെ റോഡിലുണ്ട്. ബട്ട് ഭയങ്കര വെയിലാണ്. അവിടെ ഇരിക്കുന്നുണ്ട്. 9 മണി മുതൽ ഒരു 12:30 വരെയൊക്കെയാണ് പോസ്റ്റിങ്ങിന്റെ ടൈം. പെട്ടെന്നൊന്ന് 12:30 ആയിരുന്നെങ്കിൽ കോളേജിൽ പോവായിരുന്നു. ഈ സാരി ഒന്ന് അഴിച്ചു മാറ്റിയാലേ എന്നെ സമാധാനാവുള്ളൂ. സാരി ഉടുത്ത് അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ സാരി ഉടുത്തിങ്ങനെ. അതും ഇങ്ങനെ നടക്കണ്ടേ. പാവം കുട്ടി. ഹായ്. ഫോർട്ടീന്ന് പറഞ്ഞാൽ 40 രൂപയാ. എട്ടാ Happy birthday to you. Happy birthday to you, Suja. Happy birthday to you. अबे चला അങ്ങനത്തെ ഒരു അടിപൊളി ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ ഫ്രണ്ട് ബർത്ത്ഡേ ആയിരുന്നേ. ഞങ്ങളിതാ കേക്കൊക്കെ മുറിച്ചു. ദെൻ ബാക്ക് ടു ദ ഡ്യൂട്ടി. ഏറ്റവും വലിയ കഷ്ടപ്പാട് ഈ കമ്മ്യൂണിറ്റി ബാഗ് തൂക്കി ഇങ്ങനെ വെയിലത്തേക്കൂടെ നടക്കണ്ടോ. ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂട്, സഹിക്കാനേ പറ്റുന്നില്ല. കൊള്ളാം. അയ്യോ നല്ല രസമുണ്ടല്ലേ. അതായത് വെയിറ്റ് നോക്കുന്ന മെഷീൻ ആട്ടോ. ഇതും നമ്മൾ ഇങ്ങനെ കയ്യിൽ ക്യാരി ചെയ്തുകൊണ്ട് നടക്കണം കേട്ടോ. ഞങ്ങളത് ഇങ്ങനെ കൈ കൊണ്ട് നടക്കുന്നത് കണ്ടപ്പോ അവിടെയുള്ള എല്ലാവർക്കും വെയിറ്റ് നോക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. 1-2 ചേച്ചിമാരെ നോക്കിയപ്പോഴത്തേക്കും വഴി പോകുന്ന ചേച്ചിമാർക്കും കൂടെ നോക്കണമെന്നായിട്ടോ ആഗ്രഹം. അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാരും എഴുത്തിലാണ് കേട്ടോ. കമ്മ്യൂണിറ്റിയുടെ ഫയൽ ഉടനെ സബ്മിറ്റ് ചെയ്യണം. റിക്വയർമെന്റ്സ് ആണെങ്കിൽ ഒരു ലോഡ് ഉണ്ട്. പിന്നെ ഇത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. അത് നമ്മൾ അലോട്ട് ചെയ്ത വീട്ടിൽ പോയിട്ട് കന്നഡയിൽ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം. കന്നഡയിൽ എനിക്ക് ആകെ അറിയാവുന്നത് കന്നഡ ಗೊತ್ತಿല്ലാന്ന് മാത്രം. അത് വെച്ച് ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കുന്നു സത്യമായിട്ടും എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും അവിടെ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തേക്കാം. ಮುಂಜಾನೆಯ ಶುಭೋದಯಗಳು. ನಾನು ಅರ್ಚನಾ ಪ್ರಕಾಶನ್ ವಿಕ್ರಮ್ ಕಾಲೇಜ್ ಆಫ್ ನರ್ಸಿಂಗ್ ನಲ್ಲಿ ನರ್ಸಿಂಗ್ ಅಭ್ಯಾಸ ಮಾಡುತ್ತಿದ್ದೇನೆ. ಇಂದು ನಾನು ದಡಾರ ಕುರಿತು ಆರೋಗ್ಯ ಶಿಕ್ಷಣ ನೀಡಲಿದ್ದೇನೆ. ಫಸ್ಟ್ ವ್ಯಾಖ್ಯಾನ. ദഡാര ಒಂದು തീവ്ര. എനിക്കാണെങ്കിൽ ഭയങ്കര സോഷ്യൽ ആങ്സൈറ്റിയും സ്റ്റേജ് ഫിയറും ഒക്കെ ഉള്ള ഒരാളാട്ടോ. ഞാൻ എങ്ങനെ പോയി ക്ലാസ് എടുക്കും എന്നാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. ഞാനിപ്പോ എന്റെ സങ്കല്പത്തിലുള്ള വീട്ടിൽ അവിടെയുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്ത് നോക്കിയിട്ടില്ലേ ചെയ്ത് നോക്കട്ടോ. നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് എവിടുന്നോ വരുന്ന പോലെ തോന്നും. കണ്ണു ഉരിയുವುದು അവിടെ ആരുമില്ല. എന്റെ ഇമാജിനേഷനിലുള്ള രോഗികളത്. ഞങ്ങൾക്ക് ശരിക്കും അലോട്ട് ചെയ്ത വീട്ടിലുള്ള ആൾക്കാരൊക്കെ എവിടേക്കോ പോയിട്ടോ, വീടൊക്കെ പൂട്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോ വേറെ വീട്ടിലാണ് ഇരിക്കുന്നത്. വേറെ ഒരു വീടെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വീട്ടിലും ഞങ്ങളിപ്പോ കയറി ഇരിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പൊ തണലാണ് ഏറ്റവും പ്രധാനം.
ഇല്ലിപ്പാ cute. Next, who is that? What's your name? Fatim, what's your name? അങ്ങനെ ഫൈനലി ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടോ. നല്ല ടെൻഷനോടെയാണ് ക്ലാസ് എടുക്കാൻ പോയത്. അതും പ്രത്യേകിച്ച് കന്നഡയല്ലേ. ഇനിയിപ്പൊ കന്നഡയല്ല മലയാളത്തിലായാലും എനിക്ക് നല്ല ടെൻഷനായിരിക്കും. ഞങ്ങൾ ഇത്രയും ദിവസം വന്നിട്ട് ഈ ദിവസം ആട്ടോ കുറച്ചെങ്കിലും ഒന്ന് വെയിൽ കുറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഒരു മഴക്കാറ് വെച്ച് പിടിച്ചേക്കാം. രാവിലെയൊക്കെ ചെറുതായിട്ട് മഴ പെയ്തു ഫ്രണ്ട്സ് പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെയിലില്ലാതെ ഇങ്ങനെ നടക്കാൻ എന്ത് രസം അറിയോ, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇവിടെ അടുത്തിങ്ങനെ സ്റ്റേഷനറി കടയൊക്കെ ഉണ്ട് കേട്ടോ. വിശക്കുന്നുണ്ട്, ബോറടിക്കുന്നുണ്ട്. ബോറടി എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ബോറടിക്കുവേ. പിന്നെ ഇപ്പൊ റിക്വയർമെന്റ്സ് എഴുതാൻ തന്നിരിക്കുന്നതുകൊണ്ട് കുറെ സമയം അവിടെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു കെയർ പ്ലാനോ കേസ് സ്റ്റഡി ഒക്കെ മാം സബ്മിറ്റ് ചെയ്യാൻ പറയും. ഇപ്പൊ അത് ഇതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ജോലി എന്ന് പറയുന്നത്. Hi. Hey, Shika. പാവ കൊച്ചിനെ ഓടിച്ചവൻ. മറ്റേല് ಗೌರ್ಮೆಂಟ್ ಡಾಕ್ಟರ್ ನೀವು ಪಾಸ್ ಕಟ್ಕೊಂಡಿರಾ? ಕೊಟ್ಟೆ ಮಾತ್ರ ನಾನು ಟೆಸ್ಟ್ ಮಾಡೋದಿಲ್ಲ, ಟೆಸ್ಟ್ ಮಾಡಲ್ಲ. ನನಗೆ ಟೆಸ್ಟ್ ಮಾಡಲ್ಲ ಅನ್ಸಿಕಾ? ನಿನ್ಗೂ ಟೆಸ್ಟ್ ಮಾಡಲ್ಲ. ಜಲ್ದಿ ಮಾಡ್ಕೋ. ಅಲ್ಲಪುರ್ ನೋಡಿ ನಿನ್ಗೋಸ್ಕರ ಬಂದ್ ಜಲ್ದಿ ಮಾಡು ಅನ್ಸಿಕಾ. ಅವ್ರಿಗೆ ಮಾಡಲ್ವಾ? ಇಂಜೆಕ್ಷನ್ ಮಾಡಲ್ವಾ ಅನ್ಸಿಕಾ? ಇಂಜೆಕ್ಷನ್ ಮಾಡಿ ಹೆಂಗ್ ಮಾಡ್ತಾರೆ? ಇವತ್ತು ಮಾಡ್ತಾರ? ನಂಗೆ ಚಾಕ್ಲೇಟ್ ನೋಡ ನಿಮ್ ಪೇಷಂಟ್ ಕಾಯ್ತಾವ್ರೆ, ವೆಯ್ಟ್ ಮಾಡಿಸ್ತಿದ್ಯಾ? ಗೋದಲ್ಲಿ ಟೆಸ್ಟ್ ಮಾಡಿ ಅನ್ಸಿಕಾ. ನನಗೆ ಟೆಸ್ಟ್ ಮಾಡಲ್ಲ ಇಲ್ಲ ಪಾಪ ಏನಲ್ಲ. ಟ್ಯಾಬ್ಲೆಟ್ ತಗೊಂಡಿಲ್ಲ ಚೆಕ್ ಮಾಡು. ಇವ್ರಿಗೂ ಟೆಸ್ಟ್ ಮಾಡ್ಬಿಡು ಅನ್ಸಿಕಾ. ವಾಚ್ ಕೊಡಿ, ವಾಚ್ ಹಾಕೊಡಿ. ವಾಚ್ ಕೊಡಿ. ವಾಚ್ ಕೊಡಲ್ಲ ವಾಪಸ್ ಕೊಡ್ತೀನಿ. ಡುಮ್ ಡುಮ್ ಇದೆಯಾ? ಡುಮ್ ಡುಮ್ ಅಯ್ಯ ಯಾಕೆ ಬಂದವ್ರೆ? ಸರಿಯಾಗಿ ബൈ. എന്താ പറയാ, നമ്മുടെ ഇവിടത്തെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. നമ്മളെവിടെയാ? കുമ്പാരക്കൊപ്പൽ. നമുക്കിവിടെ എന്താണ് ചുമ്മാ നടക്കും. അടുത്ത ആഴ്ച നമ്മള് വേറൊരു ഏരിയയിലാണ്. എന്താ പറയാ, അറിയില്ല. ഇതിനൊക്കെ അവിടെ ഇരിക്കാനൊന്നും സ്ഥലം കിട്ടില്ലെന്ന് എല്ലാരും പറയുന്നത്. ഇത് ഇവിടത്തെ പറ്റി ഇവിടെ കുറെ ഇരിക്കാനൊക്കെ നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ മൊത്തം നീ അറിഞ്ഞോ, അവിടെ മൊത്തം കല്ലും പൊടിയൊക്കെ ആയിരിക്കും. ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതാ മാം ഞങ്ങൾക്കൊരു ടെസ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ആക്കിക്കൊണ്ടിരിക്കുന്നേ. ബ്ലഡ് എന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് തല ഇറങ്ങാൻ തുടങ്ങി. മാം ഞങ്ങൾക്കൊരു ടെസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കുകയാണ്, HBയുടെ കൗണ്ട് കണ്ടുപിടിക്കുന്നത്. അയ്യോ, ഇങ്ങനെ ഒരു പോയിന്റിന് ഇങ്ങനെ ബ്ലഡ് കുത്തിയെടുക്കണം. കണ്ടിട്ട് പേടിയാവുമായിരുന്നു എനിക്ക്. ബ്ലഡ് കണ്ട ഇപ്പൊ തല ഇറങ്ങും. ഇത്രയും പേരുള്ള ഞാൻ എങ്ങനെ ഒരു നേഴ്സ് ആകുമെന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ബ്ലഡ് എനിക്ക് ഇത്രയും പേരുള്ളൊരു സംഭവമാണ് എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാട്ടോ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്. മാം പറഞ്ഞു തന്നൊരു പ്രൊസീജിയർ നമുക്ക് എന്തായാലും നമ്മുടെ കൈ തന്നെ ചെയ്ത് നോക്കണ്ടോ. എന്തായാലും ഞാൻ എന്റെ കൈ കൊടുക്കുന്നില്ല. ബ്ലഡ് എടുക്കാനും കുത്താനും ഒക്കെ എനിക്ക് പേടി. ബ്ലഡ് കുറച്ച് കുറവുള്ള ആളുടെ ചെയ്ത് നോക്കുന്നതായിരിക്കും നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം തോന്നുന്നു. ഇവിടം വരെ ഓക്കെ ആട്ടോ. ഇനി അടുത്താണ് ബ്ലഡ് കുത്തുന്ന പ്രൊസീജിയർ. അത് കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നു കേട്ടോ. നമ്മളിപ്പോ പുതിയ സ്ഥലത്താട്ടോ ഉള്ളത്. മീൻസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വേറെ സ്ഥലത്തായിരുന്നു. ഇപ്പൊ ഈ ആഴ്ച വേറെ മീൻസ് 2 ആഴ്ച ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ച വേറൊരു സ്ഥലത്തായിരുന്നു. സ്ഥലത്തിന്റെ പേര് എനിക്കറിയത്തില്ല. പേരറിയാം, പക്ഷെ പറയാൻ അങ്ങനെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് വരില്ല. ഇപ്പൊ ഈ പ്രാവശ്യം വേറൊരു റൂറൽ ഏരിയയിലാണ്.
ഇവിടെ വന്നപ്പോ ഒന്നുകൂടെ ഒന്ന് ചൂട് കൂടിയതുപോലെ ആട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. വന്ന ദിവസം ഞങ്ങൾക്കൊരു വീട് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്തായാലും അവിടെ ഇരിക്കാൻ തൽക്കാലത്തേക്ക് പ്ലാൻ ഒന്നും ചെയ്യുന്നില്ല. ബിക്കോസ് അവിടെ ഇരിക്കാൻ നല്ല രസമൊന്നും ഇല്ലാന്നേ. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു വീട് തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും ഓടിട്ട വീടാണ്. ഇങ്ങനെ ഓടിട്ട വീടിന്റെ പ്രത്യേകത നല്ല തണുപ്പായിരിക്കും കേട്ടോ. അവിടെ ആയിരുന്നപ്പോഴും ഇവിടെ ആയിരുന്നപ്പോഴും ഒക്കെ ഞങ്ങൾ ഇങ്ങനെയുള്ള വീടാട്ടോ ഏറ്റവും കൂടുതൽ തപ്പി നടന്ന് അന്വേഷിച്ചു. നാളെ ഞങ്ങൾ ന്യൂട്രീഷണൽ ഡേ കണ്ടക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിസ്കഷനിലാണ് എന്താ ഉണ്ടാക്കേണ്ടത്. പക്ഷെ ഉണ്ടാക്കുന്ന എല്ലാം ഹെൽത്തി ആയിരിക്കണം എന്നാണ്. ന്യൂട്രീഷണൽ ഡേ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞങ്ങൾ അതിനുള്ള ലിസ്റ്റ് തയ്യാറാക്കായിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയും വേണമെന്ന് പറയുന്നവരുണ്ട്. ചപ്പാത്തി ചിക്കൻ കറിയും വേണമെന്ന് പറയുന്നവരുണ്ട്. വേറെ ഏതാ? മുഹമ്മദ് സർബത്ത് വേണം. പിന്നെ സാലഡ്, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഇത് ഇന്ന് വേണം ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി. ഞാൻ കാണുന്നത്. നിങ്ങളൊക്കെ എവിടെ പോവാ? ഓക്കെ ഓക്കെ. ഈ വെയിലത്ത് നിങ്ങളിങ്ങനെ ചായ കുടിക്കാൻ പോണത്. അഞ്ജലി കൃഷ്ണ, എല്ലാരും ഓരോ വഴിക്ക് പോവാണ്. ഞമ്മളെ എടുക്കുന്നുണ്ട്. എടി മോകം കാട്ടടി. വെയിലിന്റെ എഫക്റ്റാ. എവിടെ പോവാടി? നിങ്ങളും ചായ കുടിക്കാൻ പോവാണോ? ഓ ഇതാണ് ഞങ്ങളുടെ വീട്. ഓടിട്ടിരിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ടോ. മീൻസ് ഇവിടെ പുറത്ത് ഭയങ്കര വെയിലാണ്. ഞങ്ങളിപ്പോ നിൽക്കുന്നത്, ഞങ്ങൾ കണ്ടുപിടിച്ചാട്ടോ ഒരു വീടിന് ഓടിട്ട വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു. നേരത്തെ ഞങ്ങൾ അവിടെ ആയിരുന്നു. അവിടെ ഒരു തിട്ടയൊക്കെ ഉണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിട്ട്. പക്ഷെ അവിടെ വെയിൽ കയറി വരും. അപ്പൊ ഞങ്ങൾ ഈ വീട് കണ്ടുപിടിച്ചു. വാവ്, വീട് കണ്ടുപിടിച്ചു. നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തി. ഈ വീട്ടിൽ ആരുമില്ല. അത് ലോക്ക് ചെയ്തിട്ടിരിക്കാം. സാരി കലക്കിയിട്ടുണ്ട്. സോ അവര് ജോലിക്ക് പോയതായിരിക്കും തോന്നി. ഇപ്പൊ നല്ല തണുപ്പാ. ഈ ഓടിട്ട വീടിനൊക്കെ പ്രത്യേക തണുപ്പാ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ തൂണൊക്കെ ഉണ്ട്. പണ്ടത്തെ മോഡൽ വീട്, ശരിക്കും ഒരു പണ്ടത്തെ മോഡൽ വീട്. പക്ഷെ ഇവിടെ വൃത്തികെട്ട മണം. ഈ മണം എനിക്ക് സൂഹിക്കുന്നില്ല. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇനി ഞങ്ങക്ക് പോസ്റ്റിംഗ് ഒരാഴ്ച ഇല്ല. കാരണം ഞങ്ങക്ക് ഈദായതുകൊണ്ട് ഒരു ദിവസം എന്തോ ലീവ് കിട്ടും. ഇന്ന് തിങ്കളാഴ്ചയായി. അപ്പൊ ഒരു 3 ദിവസം കൂടെ, 3 4 അത്രേ വരത്തുള്ളൂ. മാക്സിമം വീക്കാണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ എത്രയാന്ന് വെച്ചാൽ. പോസ്റ്റിംഗ് ഒരു കണക്കിന് പറഞ്ഞാൽ സുഖമാണ്. പക്ഷേ വേറൊരു കണക്കിന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. ക്ലാസ്സിലിരിക്കേണ്ടാലോ എന്ന് ഓർക്കുമ്പോൾ സുഖമുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞ് ക്ലാസ്സിന് കയറലോ എന്ന് ഓർക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. പിന്നെ ഈ വെയില്, ചൂട്, നല്ല ഇങ്ങനത്തെ സെറ്റപ്പുള്ള ഒരു വീടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെറുതെ ഇരിക്കാം. ഇടയ്ക്കൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ പോയിട്ട് ചുമ്മാ ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി. വലിയ പണിയൊന്നുമില്ല. പിന്നെ ഈ കമ്മ്യൂണിറ്റി ബാഗൊക്കെ തൂക്കി നടക്കണം. വെള്ളം, കുട, പിന്നെ കമ്മ്യൂണിറ്റിയുടെ ബാഗ് ഒക്കെ തൂക്കി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രേ ഉള്ളൂ. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാട്ടോ നന്നായിട്ട് വെള്ളം കുടിക്കാന്ന് പറയുന്നത്. കാരണം പുറത്തൊക്കെ നല്ല ചൂടാണ്. നമുക്ക് ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു കുപ്പി വെള്ളം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ള ടൈമായി. 10 മണി വരെ ടൈമുള്ളൂ. 12:15 ആകുമ്പോഴത്തേക്കും ബസ്സിന്റെ അവിടെ പോകണം. ബസ് ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് നേരെ അങ്ങ് പോകാം. എന്നെ ഡ്രോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാൾ പഴയ സ്ഥലത്തായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു 12 1 മണി കഴിയുമ്പോഴാണ് ബസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ ഇങ്ങോട്ട് ഒരു അരമണിക്കൂർ ദൂരമുണ്ട്. അപ്പൊ അതുകൊണ്ട് ബസ് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തേക്കാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ ഇനി ചെന്നിട്ട് ഒരു 12:15 ആകുമ്പോഴത്തേക്കും ബസ് എടുക്കുമായിരിക്കും. തിരിച്ചൊരു 1:15 ആകുമ്പോഴത്തേക്കും കോളേജിൽ എത്തുമായിരിക്കും തോന്നുന്നു. കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കറക്റ്റ് അറിയത്തില്ല. ഞങ്ങൾ 8:45 കഴിഞ്ഞപ്പോ അവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ 9:19 9:20 ഒക്കെ ആയിരുന്നു. എടി വഴി അറിയില്ലടി. എങ്ങോട്ടാടി പോണത്? അങ്ങോട്ടാ? ഫസ്റ്റ് ടൈം വരുന്നോണ്ട് ഇവിടുത്തെ വഴിയൊന്നും കറക്റ്റ് അറിയാൻ പാടില്ല. അയ്യോ വെയില്. ഞാൻ ഇങ്ങനെ ഫോണിൽ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ എല്ലാരും എന്നെ തന്നെ നോക്കാടി. ചിരി വരുന്നു. എല്ലാരും നോക്കുന്നത് എനിക്ക് കാണാതെ. വ്യാഴാഴ്ചയാണ് ഈദ്. സോ ബുധനാഴ്ച അല്ല, വ്യാഴാഴ്ചയാണ് ഈദ്. അതുകൊണ്ട് മുസ്ലിം ഫ്രണ്ട്സ് ഒക്കെ അവർ പോവാ. അവർക്ക് നാളെ മുതലാ ലീവ്. കുറെ പേര് ഇന്ന് തന്നെ പോവാണ്. ശരിക്കും നാളെ മുതലാ ലീവ്. അവരൊക്കെ ഇന്ന് പോവും, നാളെ പോവും. സോ ഞങ്ങൾ മാത്രമായിരിക്കും ഇനി പോസ്റ്റിങ്ങിന് ഉള്ളത്. വിഷമമുണ്ട്. ലീവ് കൊടുക്കുമ്പോ എല്ലാവർക്കും കൊടുക്കാമായിരുന്നു. ഒരു 2-3 ദിവസം എക്സ്ട്രാ ഞങ്ങൾക്ക് തരായിരുന്നു. ഞങ്ങൾക്ക് ഒറ്റ ദിവസം ലീവ് ഉള്ളൂ. ഒരു ദിവസമെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് ഇപ്പൊ ആഗ്രഹം. ടൈം ടേബിളിൽ മൊത്തം പോസ്റ്റിംഗ് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ലീവ് അവർ വെട്ടിയിട്ടുമുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ലീവ് ഇല്ലേ അറിയില്ല. ശരിക്കും ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിയുടെ പോസ്റ്റിംഗ് 1 മന്താ തരേണ്ടത്. ഇതിപ്പോ 2 ആഴ്ച മാത്രമേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഞങ്ങൾക്ക് എക്സാം വരാറായി. അതുകൊണ്ടാണ് തോന്നുന്നു ചെറുപടേന്നായിരുന്നു എല്ലാ കാര്യങ്ങളും.
ഇത് മറ്റേ കടവംസിലെ പോലെ ഇവിടെ കുറെ കോളേജ് വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങളെ പോലെ തന്നെ കമ്മ്യൂണിറ്റി ബാഗ് കുറെ കോളേജുകാർ വന്നിട്ടുണ്ട്. അതും ചില കോളേജുകളിൽ സാരി ഒന്നുമില്ല. ഞാൻ കണ്ട ഒരു കോളേജിൽ അവർ എന്തൊരു വയലറ്റ് കളർ സാരി കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ യൂണിഫോം തന്നിട്ട് വന്നവരുണ്ട്. കൊള്ളാം. താങ്ക് യു. ഡോക്ടേഴ്സ് ലിസ്റ്റ്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ്. ഭയങ്കര കാറ്റ്. CSI ഹോൾസ്വർത്ത് മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അവരുടെ എന്തോ ആരാന്ന് തോന്നി. കെയർ ട്രസ്റ്റഡ് പ്രൊഫഷണൽസ്, ഐ ഡോണ്ട് നോ. ഹരീശൻ ഇവിടെ പെട്ടെന്ന് പോവാന്ന് പറ. ഇനി പെട്ടെന്ന് പോകണ്ട, പതുക്കെ പോയാൽ മതി. പെട്ടെന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ക്ലാസ്സിലേക്ക്. ആരും വന്നിട്ടില്ല. ഗൈസ്, ഇവക്ക് ചുമയാണ്, എനിക്ക് പല്ലുവേദന, അപ്പൊ ഭയങ്കര അസുഖങ്ങളാണ്. അതുകൊണ്ട് വയ്യ. കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് കണ്ടോണ്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഇന്ന് ന്യൂട്രീഷൻ ഡേ ആണ്. ഈ കോട ഒന്ന് പൊക്കി പിടിച്ച് ഞാനൊന്ന് അത്രയും പൊക്കണ്ട. ഇന്ന് ന്യൂട്രീഷൻ ഡേ ആയതുകൊണ്ട് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? എന്നെ വിളിക്കുന്നേ ഷെറിൻ ഫാത്തിമ. ന്യൂട്രീഷൻ ഡേ ആയിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? ഫ്രൈഡ് റൈസ്. എന്താ സലാഡാ? എനിക്കറിയില്ല. സലാഡ് ആൻഡ് ചിക്കൻ ഫ്രൈ. യെസ്, ചിക്കൻ ഫ്രൈ ആൻഡ് സലാഡ്. പിന്നെ വേറെന്താ ഉള്ളത്? ഉണ്ടാക്കാൻ അറിയോ? മാസ്റ്റർ ഷെഫ് ഷെറിൻ ഫാത്തിമ. ഷിറിൻ ഫാത്തിമേന മാസ്റ്റർ. യെസ്, ഞങ്ങളപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ വീട് സെറ്റ് ആയിട്ടുണ്ടെന്ന് എന്തായാലും പറഞ്ഞില്ലായിരുന്നോ? വീട്ടിലാണ് നടക്കുന്നത്. എടിയോ പാത്രങ്ങളൊക്കെയോ 60 പേർക്കെങ്ങാണ്ടും കുക്ക് ചെയ്യണം. നീ എല്ലാം കേൾക്കുന്നുണ്ടോ? അവളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ അവളൊന്നും വിടുന്നില്ല. 60 പേർക്ക് കുക്ക് ചെയ്യണം. അപ്പൊ അത്രയും പാത്രമൊക്കെ എവിടെ നിന്ന് സെറ്റ് ആക്കണം എന്നാണ് എന്റെ ഡൗട്ട്. കുഴപ്പമില്ല, ഞാൻ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. വലിയ വലിയ ആൾക്കാർ അത്രയൊക്കെ ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും, അവരെ സെറ്റ് ആക്കിയിട്ടുണ്ടാവും തോന്നുന്നു. ചിക്കൻ മേടിക്കാൻ വേണ്ടി 2 പേര് പോയിട്ടുണ്ട്, അവരിപ്പോ വരും. ഞങ്ങളൊപ്പം എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, ആർച്ച. അവൾക്ക് ഒരു എമർജൻസി ആയിട്ട് വീട്ടിൽ പോണ്ടി വന്നു. ആർച്ചനെ മിസ് ചെയ്യുന്നു. ആർച്ചോട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇപ്പൊ നടക്കുമ്പോ കൊടയിൽ അടി ഉണ്ടാക്കാൻ ആർച്ചും കൂടെ വന്നേനെ. നീ മിസ് ചെയ്യുന്നുണ്ടോ? ആ മോളിൽ നിന്നൂടെ കേക്ക്. ആർച്ച മിസ് ചെയ്യും. നീ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് നിന്നെ. എടി അവൾ എനിക്ക് റിപ്ലൈ തന്നടി ഇന്നലെ. അതല്ലെങ്കിൽ റിപ്ലൈ തരാത്ത കുട്ടിയത്. അവളെന്താ പെട്ടെന്ന് റിപ്ലൈ ഇരുന്നുണ്ട് ഇപ്പൊ. എന്താ പറ്റി? കേസ് ഇവിടുത്തെ വീടൊക്കെ വരില്ല, കുറെ വീടുകൾ ഓടിട്ടതാ. അതൊന്നും അവിടെ കയറിയാൽ ഭയങ്കര സുഖം, ഭയങ്കര തണുപ്പാണ്. അപ്പൊ നമ്മൾ ഇവിടെയാണ് ഇരിക്കാൻ പോകുന്നേ. ഇവിടെയാണല്ലോ ഇരിക്കുന്നത്. ബട്ട് വീട് ഇവിടെ അല്ലല്ലോ, നമ്മുടെ അവിടേക്ക് പോകും. ഈ കളിയിലുണ്ട്. വീടിന്റെ ഉള്ളിൽ കിണറുള്ള ഒരു വീട് ഞാൻ ആദ്യമായി കാണുകയാണ്. കൊള്ളാം, മച്ചൊക്കെ ഉണ്ട്. മച്ച്, ഓട്, ഇവിടെ കിണറ്, സൈക്കിള്. ഇത് തിന്നോട് ശരിക്കനോ? അഞ്ജലിക്ക് സ്നേഹോ ഒരു കാ പറിച്ചത് തിന്നാൻ പോവാണ്. എക്സ്പെരിമെന്റ്. അവർക്ക് ധൈര്യമില്ല. ഇത് ന്യൂട്രീഷണൽ ഡേ നടത്താൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു കുഞ്ഞു വീടാട്ടോ. ന്യൂട്രീഷണൽ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഇവിടെ ഉള്ള എല്ലാവർക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങൾ അപ്പൊ ചിക്കൻ റൈസ് ആണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. വീട് കുറച്ച് കൺജസ്റ്റഡ് ആട്ടോ, എല്ലാവർക്കും ഉള്ളിൽ നിൽക്കാൻ പറ്റും. ഇവിടെ വലിയൊരു മുറിയും പിന്നെ അകത്തൊരു കുഞ്ഞു മുറിയും കൂടി ഉള്ളത്. കത്തി എടുക്കാൻ വന്നാണ്. അവിടെ ഭയങ്കര തിരക്കാട്ടോ. ഇച്ചിരി കുഞ്ഞു വീടാണ്, അപ്പൊ ഭയങ്കര റഷ്. അപ്പൊ പിന്നെ അവിടെ എല്ലാരും അരി കഴുകുന്ന, ചിക്കനുള്ള കാര്യങ്ങൾ നോക്കുന്ന, അങ്ങനെ കുറച്ച് പരിപാടികൾ നിൽക്കുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ കത്തി തപ്പിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പാചകം അത്ര ഇഷ്ടമുള്ളൊരു പണിയാണ്. പണ്ട് മുതലേ അത് അങ്ങനെയാ. പ്രത്യേകിച്ച് വേറൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും എന്തെങ്കിലുമൊക്കെ ഇടാൻ മറക്കൂട്ടോ. എപ്പോഴും അത് ഉപ്പാവാനാണ് ചാൻസ് കൂടുതൽ. Yes, I'm the master chef. She is my assistant. Oh, and I'm your assistant. പിന്നെ she is the master chef. I'm the assistant. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? അതെ, main master chef. മെയിൻ അപ്പറുണ്ട്. മെയിൻ അരി കഴുകും. വേറെ ഉണ്ട്. രാംദാസ്. മെയിൻ മാസ്റ്റർ ഷെഫ്. ഇതെന്നെ കിട്ടി. ഇത് കിട്ടിയില്ലേ?
I'm the main master chef. അളന്നോ? ഇല്ല, ഞാൻ പറയട്ടെ, ബിരിയാണിക്കല്ലേ അളന്ന് വേണ്ടേ? കറക്റ്റ് വെള്ളം എന്താ വേണ്ടിക്കാൻ? ഇത് നമുക്ക് റൈസ് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടല്ലേ നമ്മൾ എടുക്കുള്ളൂ. വേവണം, ജസ്റ്റ് വേവിച്ചിട്ട് എടുക്കും. പിന്നെ വെള്ളം കുറ്റി കളയുമല്ലോ. പ്രശ്നമില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. വേവണം. വേണ്ട, കുഴപ്പമില്ലല്ലോ. ഇതാണ് ചിക്കൻ മേടിക്കാൻ പോയ കുട്ടി, ഞാൻ പറഞ്ഞായിരുന്നു വ്ളോഗില്. ചിക്കൻ കുട്ടി, കോഴി. നല്ല ചിക്കൻ കിട്ടിയോ സംശയം? എന്നിട്ട് സെറ്റാക്കി ഹലാൽ ചിക്കൻ. ഓക്കെ, ധൈര്യമായിട്ട് കഴിക്കാം. ഫുഡ് ഹസ്ബൻഡിന്റെ ഫോളോവേഴ്സിന് ഫുഡ് വേണമെങ്കിൽ ഓക്കെ, ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു എല്ലാരെയും. എനിക്കിതിന്റെ പകുതി ക്ലിപ്പ് പോലും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വീട് കുറച്ച് കൺജസ്റ്റഡ് ആണ്. എല്ലാവരോടും നിന്ന് കഴിഞ്ഞാൽ അകത്ത് ശ്വാസം വിടാനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല കേട്ടോ. വെന്റിലേഷൻ ഒക്കെ കുറവ്. പിന്നെ കുറെ നേരം ഇങ്ങനെ നിൽക്കുവോ അല്ലെങ്കിൽ ഈ ചൂടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തല ഇറങ്ങാൻ തുടങ്ങും. പിന്നെ ഇവിടെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വെയിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നീര് തലയിൽ കൂടെ ഇറങ്ങിയിട്ട് ഇപ്പൊ പല്ലുവേദന എടുക്കുന്നുണ്ട് കേട്ടോ. പല്ലുവേദനയ്ക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ ഞാനിപ്പോ പ്ലാൻ ചെയ്യുന്നില്ല. വേറൊന്നുമല്ല, പല്ലുവേദന മാറാൻ വേണ്ടിയിട്ട് എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ടാബ്ലറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ഹോം റെമഡി ഉണ്ടോ എന്ന് ഇനിയിപ്പോ അന്വേഷിക്കേണ്ടിയിരിക്കും. പക്ഷെ ഇങ്ങനെ തല ഇറങ്ങുന്നതിന് കുറച്ച് നേരം നന്നായിട്ട് കാറ്റൊക്കെ കൊണ്ടൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിൽ മാറാറുണ്ട്. അതിന്റെ അരി വെന്തോ? ഇപ്പൊ ന്യൂട്രീഷണൽ ഡേ ആണ്. ആണ്, എല്ലാവർക്കും ബിസിയാണ്. നീ പോവാ? ഓക്കെ. അപ്പോൾ ലാസ്റ്റത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ മൊഹബത്ത് കാ സർബത്താട്ടോ. നല്ല വെയിലിൽ ഇത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ഇങ്ങനെ അത്ര വെള്ളം എനിക്ക് അത്ര ഇഷ്ടമാക്കി. നല്ല വെയിലത്ത് ചൂടിൽ തല കറങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ ഇത് കുടിക്കുമ്പോൾ. കത്തി എന്തിനാണ് കത്തി? ഫോർ വാട്ട്? നീ ഡിഫറെന്റ് കത്തികൾ കാണിക്കാനെ വിളിച്ചാ? അങ്ങനെ ലാസ്റ്റ് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങണം, കാരണം ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അതൊരു ചെറിയ വീടാണ്, അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഉള്ള സ്ഥലത്ത് നമ്മൾ നിന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങുക. കുറച്ച് സാധനങ്ങളൊക്കെ തിരിച്ച് ബസ്സിൽ കൊണ്ട് കയറ്റാനുണ്ടായിരുന്നു. കാരണം ആ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം നമ്മൾ തന്നെ കയ്യിലുള്ളതും എല്ലാം നമ്മൾ തന്നെ എടുത്തിട്ടാണ് അങ്ങോട്ട് പോയത്, പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനം. പിന്നെ ഇവിടുന്ന് ബസ് ഇട്ട സ്ഥലത്തേക്ക് നടക്കാനും കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ബസ് അവിടം വരെ പോകില്ല. ഈ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മറ്റേ കിണറൊക്കെ ഉള്ളിലുള്ള ആ വീടാട്ടോ ഈ വീട്. ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു വരാന്ത ഉണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ റിക്വയർമെന്റ്സും മറ്റും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. നല്ല രസമായിരിക്കും. നിങ്ങൾ ഇറങ്ങ്, പോടാ. എല്ലാരും ആയില്ലേ? ബാഗ് എടുത്തില്ലേ? കമ്മ്യൂണിറ്റി ബാഗ്. കമ്മ്യൂണിറ്റി ബാഗ് എല്ലാരും എടുത്തിട്ടില്ലേ? നമ്മുടെ അല്ലേ 17 അല്ലേ ഇത്? മതി. കഷ്ടപ്പാടാണ് ഈ വെയിലത്ത് ഇതും ചുമന്നോണ്ട്. എന്താ എടി ഇന്നത്തെ കായികം എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂട്രീഷണൽ ഡേ? എനിക്ക് പ്രോപ്പർ ആയിട്ട് എൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ, കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് തല ഇറങ്ങിയായിരുന്നു. ദൈവോ അല്ല, ഐഡോന്നോ. ഇന്നലെ ന്യൂട്രീഷണൽ ഡേ ആയിട്ട് എനിക്ക് എനിക്ക് പ്രോപ്പർ ആയിട്ട് വ്ലോഗ് എൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തല ഇറങ്ങി. ഇന്ന് ഭയങ്കര സീനായിരുന്നു. എനിക്ക് എപ്പോഴും തല ഇറങ്ങാറുള്ളതാണ്. ഞാൻ തല ഇറങ്ങിയതിനെ കുറിച്ച് പറഞ്ഞു. ഇന്നലെ തല കറങ്ങിയതിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ തല കറങ്ങിയായിരുന്നു. അങ്ങനെ കുറച്ചൊരു റെസ്റ്റ് എടുക്കേണ്ടി വന്നു. വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെയിൽ കൊണ്ടാലോ അല്ലെങ്കിൽ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഭയങ്കര കുറെ പേരുടെ ഒപ്പം ഒരുമിച്ച് നിന്നാലൊക്കെ സഫോക്കേഷൻ വരുമ്പോൾ എനിക്ക് അപ്പം തന്നെ തല ഇറങ്ങും. ബിക്കോസ് എനിക്ക് BP ലോ ആണ്, പിന്നെ HBയുടെ കൗണ്ടും കുറവ് അവിടെ ഇല്ല. അതുകൊണ്ടായിരിക്കും എൻ്റെ ഒരു അസംഷൻ അങ്ങനെയാണ്. അപ്പോൾ അറിയില്ല, എന്നോട് തല ഇറങ്ങിയപ്പോൾ എനിക്ക് മരിക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഇന്നലെ കിട്ടിയതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പോസ്റ്റിങ്ങിന്റെ വ്ലോഗ് എന്താന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ടോട്ടൽ 15 ദിവസമാണ് പോസ്റ്റിംഗ്. അപ്പൊ എല്ലാ ദിവസത്തെയും കുറച്ച് എടുത്തിട്ട് ലാസ്റ്റ് ആണ് ഞാൻ എല്ലാം എടുത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഫുള്ളായിട്ട് ടോട്ടലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇവിടെ നടക്കുന്നില്ല പോസ്റ്റിങ്ങിന്റെ ഇടയിൽ. അതുകൊണ്ട് ഒന്നും കാണിക്കാനില്ല. പക്ഷെ ചില ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് എടുക്കുന്നത്. അതാകുമ്പോൾ എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാലോ. ആ വീഡിയോ ആയിരിക്കും ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്, അത് വേറെ കാര്യം. പോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ക്ലാസ്സിലിരിക്കുന്നതാണ് ഏറ്റവും പാടും. ഇത്രയും ട്രാവൽ ചെയ്ത് ഇങ്ങനെ നടന്ന് വെയിലെ കൊണ്ട് നടന്നിട്ട് പിന്നെ ക്ലാസ്സിലിരിക്കാന്ന് പറയുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണത്. ഉറക്കം വന്നിട്ടേ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്.
സാരി ഇവിടെ കേറാനാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങള് മിക്കവാറും വരുന്ന ടൈമിലൊക്കെ ഫുഡ് ഇവിടെ ഉണ്ടാവാറുള്ളതാട്ടോ. ഇന്ന് ഫുഡ് വെയിൽ നടന്നിട്ട് ആകെ മൊത്തം ക്ഷീണമാണ് കേട്ടോ. വെയിൽ കൊണ്ട് നടക്കുക മാത്രമല്ല, നമ്മുടെ ബാഗും പിന്നെ കമ്മ്യൂണിറ്റിയുടെ ബാഗും അതെല്ലാം ഉള്ളത് കൊണ്ടുള്ള പാടാണ്. ഞങ്ങൾ ആദ്യം പോസ്റ്റിങ്ങിന് പോയ സ്ഥലം എന്ന് പറയുന്നത് ബസ്സിന് പോയ ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പം കറൻ്റ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു 1/4 മണിക്കൂറെങ്കിലും ട്രാവൽ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതും നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ച് അങ്ങനെ പോകാൻ നല്ല വൈബ് അല്ലേ. പതുക്കെ ഇങ്ങനെ ഇറക്കി വിടും. പതുക്കെ ഇത്രയോട്ടൊന്നും ഇറക്കരുത്, ചുമ നിക്കൂല. ആ ട്രിക്ക് നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. ഞാൻ കൊറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ള കൊട ഇങ്ങനെ ഇരിക്കുന്നേ. പോവാ അതെ ഞാൻ പറഞ്ഞ ട്രൈ ചെയ്യ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ട്രൈ ചെയ്യടി. അല്ലെങ്കിൽ കൽക്കണ്ടം മേടിച്ച് കഴിക്കുക, അതും മാറും, ചുമ മാറും. പൊക്കമുള്ള ഒരു കുട്ടിയാണ് കൂടെ നടക്കുന്നത്, നിനക്ക് ഒന്നും ഓർത്തൂടെ? വീഡിയോ എടുക്കുന്നതാണോ? ലാസ്റ്റ് ഡേ അല്ല, നാളെ ലാസ്റ്റ് ഡേ. ഇന്ന് സെക്കൻഡ് ലാസ്റ്റ് ഡേ. നിങ്ങളുടെ കൊട മാത്രം അയക്കേണ്ടി, ഇത് കാണത്തുള്ളൂ. സെക്കൻഡ് ലാസ്റ്റ് ഡേ ഓഫ് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ്. ഇപ്പൊ നിങ്ങൾ കാണിക്കില്ലല്ലോ. മിസ് ചെയ്യും സ്ഥലമൊക്കെ. ഇനി ക്ലാസ് ഇരിക്കണ്ടേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബട്ട് ഈ സ്ഥലം നമ്മൾ മിസ് ചെയ്ത്, നമ്മളെല്ലാരും ചുമ്മാ വന്നിരിക്കലും തിന്നലും ഇതൊക്കെ നല്ല മിസ് ചെയ്യും. അമ്പലം നമുക്ക് മാറിപ്പോലെ നല്ലൊരു അമ്പലം. ഇവിടുത്തെ എല്ലാം ഇഷ്ടപ്പെടും, പക്ഷെ ഇവിടുത്തെ ഒരു വൃത്തികെട്ട മണമുണ്ട്. ഈ എന്താ കോഴിയുടെ കോൾഡ് സ്റ്റോറേജിലൊക്കെ പോകുമ്പോൾ ഒരു വൃത്തിയുടെ മണമുണ്ടല്ലോ, അത് ഇത് ഇഷ്ടമല്ല. മണം ഛർദ്ദിക്കാൻ വരുന്ന ഒരു വൃത്തികെട്ടമാണ്. അതെ, എല്ലാ വഴിക്കും എന്തൊക്കെയോ മണം. കുതിരയുടെ ഒക്കെ ഇതിന്റെ മണമാണോ, പശുവിന്റെ ഒക്കെ ഒരു മണമാണോ, ഏറ്റവും ഇഷ്ടമല്ല ഇങ്ങനത്തെ മണം എനിക്ക്. കണ്ട് ഇവള് കോട ഇവിടെയാ പിടിച്ചേക്കുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങോട്ടെ ഞാൻ പിടിക്കാം. ഇങ്ങനെ പിടിച്ചാൽ കോട ബാലൻസ് തെറ്റി ഇങ്ങനെ കാറ്റ് വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാലൻസ് നിൽക്കും. അതാണ് പിടി തന്നിരിക്കുന്നത്. യു നോ ദാറ്റ്. നീ പിടിച്ചു, ഇനി ബസ് എത്താറായില്ല. ഇനി എന്തിനാ ഞാൻ പിടിക്കുന്നേ? ഓടി ഇന്നലെ എനിക്ക് ടെൻഷൻ അടിച്ചു പോയി കോട എവിടെയാ പോയെന്ന് ഓർത്ത്. പെട്ടെന്ന് നോക്കിയപ്പോ കോട കാണുന്നില്ല. ഞാൻ പിന്നെ ആസിഡ് ബാഗ് വന്ന് തപ്പിയപ്പോ കോട എവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നിന്നോട് ചോദിക്കാൻ ഞാൻ വന്നപ്പോ നീ നല്ലപോലെ ഉറങ്ങുമായിരുന്നു. എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്ന ദിവസമാണ് എനിക്ക് നിങ്ങൾ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് കാണിക്കാനുണ്ടാവട്ടോ, അല്ലെങ്കിൽ എൻ്റെ സംസാരം തന്നെ എനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് പോസ്റ്റിങ്ങിലെ ലാസ്റ്റ് ഡേ ആയിട്ട് സാറ്റർഡേ ആണ്. അപ്പോൾ ഫുഡ് താഴെ വന്നിട്ടുണ്ട്. ഫുഡ് വെച്ചിട്ട് റെഡി ആവാം. ഒരുപാട് സമയം കഴിഞ്ഞിട്ട് 8:40 ബസ് വരും. 8 മണിയാവാനായിട്ട് റെഡി ആയിട്ട്. അപ്പോൾ ബസ് വന്നു കേട്ടോ. കമ്മ്യൂണിറ്റി ബാഗ് ഉണ്ട്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ, ബസ് കയറിയിട്ട് കാണാം. ഇവിടെ വിളിച്ചിട്ടുണ്ടാവില്ല, ബസ് കയറിയിട്ട് കാണാം. ഒരിപ്പം ഇങ്ങനെ കേറുക. രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്നറിയില്ല, ദൂരം വല്ലാതെ കൂടുതലുള്ളതുപോലെ തോന്നും. കമ്പയർ ടു ഉച്ചയ്ക്ക് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എത്തുന്ന പോലെ ഒരു ഫീലാട്ടോ എനിക്ക്. പക്ഷേ രാവിലെ കുറേ ടൈം ഇങ്ങനെ ബസ് ഇരിക്കുന്ന ആ ഒരു ഫീലുമാണുള്ളത്. ഫുഡ് 8 മണിക്ക് വരും കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് 8:40 ആകുമ്പോൾ ഞങ്ങൾ ബസ് അവിടെ ഒരു 9:30 കഴിഞ്ഞ് എത്തിയിട്ട് ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറണം. അങ്ങനെയാണ് സാധാരണ ഉള്ളത്. അപ്പൊ ഇപ്പൊ നമ്മൾ എവിടേക്കാ പോകുന്നേ? നമ്മള് ലാസ്റ്റ് പോസ്റ്റിംഗ് ഡേ ആയതുകൊണ്ട് ലാസ്റ്റ് സ്ഥലമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതെ, ഇത്ര ദിവസം എഴുത്തൊക്കെ ആയിരുന്നു. ഞങ്ങൾ മാങ്ങ പറിക്കും, ലേക്ക് പോകും. കുറെ പ്ലാനുകളുണ്ട്. Today is the last day of our community posting in 5th sem. Yes. അതിനൊരു പ്രത്യേക സമാധാനവും സന്തോഷവും സങ്കടവും ഉണ്ട്. സങ്കടം ചെറുതായിട്ടുണ്ട്, കാരണം തിങ്കളാഴ്ച ഒരു ക്ലാസ്സിൽ കയറണം. അതെ അതെ, ഇത്രയും ദിവസം ഇങ്ങനെ വെറുതെ നടക്കുകയായിരുന്നു. അതെ, എല്ലാരും മസ്റ്റ് ആയിട്ട് വീഡിയോ കാണണം. ബിക്കോസ് 15 ഡേയ്സത്തെ സകല കാര്യങ്ങളുണ്ട്. അതെ അതെ, ദിസ് ഇസ് അവർ ബെസ്റ്റ് ഡേയ്സ് ഇൻ അവർ കോളേജ് ലൈഫ്. കറക്റ്റ്, മറക്കില്ല. 15 ദിവസം. അത് ഇവിടെയാണോ അവിടെയാണോ ഇഷ്ടപ്പെട്ടത്? പേഴ്സണലി എനിക്ക് അവിടെയാണ് ഇഷ്ടപ്പെട്ടത്. കുറച്ചുകൂടി ലിവിംഗ് ഏരിയ നല്ലത് അവിടെയായിരുന്നു. കുറച്ചുകൂടി നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ന്യൂട്രീഷണറി ഒക്കെ. അതെ, ന്യൂട്രീഷണറി ഉണ്ടായി. പിന്നെ മാങ്ങയൊക്കെ പറിച്ചത്. അതെ അതെ, അതൊക്കെ മെമ്മറീസ് ആണ്. കുറച്ചുകൂടി ലിവിംഗ് ഏരിയ
കുമ്പാരക്കൊപ്പല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അവിടെ കുറച്ചുകൂടെ ഇരിക്കാനും മൊത്തത്തില് എൻജോയ് ആക്കാനും നല്ല ആംബിയൻസ്, നല്ല ഫോട്ടോസ്. ഞങ്ങളെ കോളേജിന്റെ പേജൊക്കെ കയറി നോക്കണം, ഫോട്ടോസ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടി. ഇവിടെ അടുത്ത് നല്ല ഭംഗിയുള്ള ഒരു ലേക്ക് ഉണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടതുകൊണ്ട് ഞങ്ങളിതാ ഇപ്പം അങ്ങോട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് മാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. ഗൈസ്, ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ലേക്കിലേക്ക് വഴി നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് എൻജോയ് ചെയ്തല്ലേ പറ്റും. ഞാൻ പറഞ്ഞായിരുന്നത് അതുകൊണ്ട് ഫുൾ എൻജോയ്മെന്റ്. അത് എവിടെയാണെന്ന് അറിയില്ല. മാപ്പ് ഇട്ടപ്പോ എത്ര 850 മീറ്റർ എങ്ങാണ്ടും ഉള്ളൂ. ഇപ്പൊ നടന്നിട്ടാണോ വണ്ടിക്കാണോന്ന് അറിയില്ല കറക്റ്റ്. അപ്പൊ പോവാം. എന്റെ മനസ്സിൽ വയനാട് എന്ന് പറഞ്ഞാൽ കുറെ മരങ്ങളും കുറെ പച്ചപ്പും. എന്റെ മനസ്സിലെ വയനാട് തന്നെ കാണാൻ എന്റെ മനസ്സിൽ നിന്റെ വീടൊക്കെ കാടിന്റെ അകത്താ. എന്തായാലും 4 വർഷം എപ്പോഴെങ്കിലും നീ എന്റെ വീട്ടിൽ. ഓക്കെ ഓക്കെ ഓക്കെ, ശരിക്കും എന്റെ മനസ്സിൽ നിന്റെ വീട്ടിൽ കാടിന്റെ അകത്ത് വെയിലൊന്നും എന്റെ മനസ്സിൽ അങ്ങനെയാടി വനീറ്റ. വെയിലൊന്നും വരില്ല, എപ്പോഴും പച്ചപ്പും ഭയങ്കര മഞ്ഞും അങ്ങനെ ഒരു സ്ഥലമാണ്. ഞാൻ സത്യമായിട്ട് നിന്റെ വീട് മനസ്സിൽ കണ്ടേക്കുന്നത്. നീ എവിടെ നിന്റെ വീടിന്റെ ബാക്കിൽ കാടാന്നൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെയാണ് മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വനീറ്റയുടെ വീട് കാടാണ്. അതെ, വീട്ടിലെ പൈപ്പിലാണ് ആടും മഴയൊക്കെ കുടിച്ചു പോകുന്നത്. പിന്നെ റോഡൊക്കെ നൈസാണ്. ഞാൻ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ചേക്കാം. കാട്ടറോഡാണോ? ആ, ചെറിയ റോഡ്, നല്ല പച്ചപ്പ, മൊത്തം വെളിച്ചമേ ഇല്ല. ഈ കാന്താര മൂവിയൊക്കെ കാണണ്ടേ, അങ്ങനെ എന്റെ മനസ്സിൽ അങ്ങനെ സത്യമായിട്ടും കാന്താര മൂവിയൊക്കെ കാണുന്ന പോലെ അങ്ങനെയാണ് നിങ്ങളുടെ വീട്. അതെന്താ അമ്പലം പോലത്തെ സെറ്റപ്പാന്ന് തോന്നുന്നു. ശിവന്റെ സംഭവമൊക്കെ വെച്ചിരുന്നുണ്ടല്ലേ. ഇതാണ് നമ്മൾ പറഞ്ഞ ലേക്ക്. ലേക്കല്ല, ഇത് വലിയൊരു ഇത് വെള്ളപ്പ് കാണുന്നില്ലല്ലോ. നടന്നു വന്നത് ഒരു അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ട് ബെനീറ്റ അവിടെ. കുയില് കൊള്ളാം, നല്ലൊരു സ്ഥലമാണ്. ഒരു അമ്പലത്തിന്റെ ഒരു സംഭവം ഉണ്ട്. ഇത് എവിടെയാണ് ആൽമരം? ആ, അത് ആൽമരം ഉണ്ട്. ഇതെന്താ പുലി വേറെ ഏതൊന്നുമില്ല. താങ്ക് യു ഈ ബ്യൂട്ടിഫുൾ സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന്, എനിക്കും എന്റെ സബ്സ്ക്രൈബേഴ്സിന്. ഇതിൽ എന്നോട് അവിടുത്തെ വെള്ളം കാണാനില്ലല്ലോ. പക്ഷെ കൊള്ളാം. വെള്ളം ഇല്ലാത്ത അവിടെ സൈഡിൽ, അവിടെ അങ്ങറ്റത്ത് നോക്ക്, അവിടെ ആയിട്ട് വെള്ളമുണ്ട്. ബട്ട് ഇവിടെ ഒന്നും വെള്ളമേ ഇല്ലാന്നാ തോന്നുന്നത്. മൊത്തം പായലല്ലല്ലോ, ഇത് വേറെ ഇതിൽ പുല്ലല്ലേ. ഇത് ആഫ്രിക്കൻ പായൽ. പിന്നെ ഇതാണ് ആഫ്രിക്കൻ പായലടി അല്ലേ? എന്താ പറയുന്നതെന്ന് ഞങ്ങൾക്ക് അർത്ഥാകുന്നില്ല. ഇതാണ് ലേക്ക്. വെള്ളം നിങ്ങൾ കാണുന്നുണ്ടാവില്ല, എനിക്കേ കാണാൻ പറ്റുന്നില്ല. എനിക്ക് നോക്കട്ടെ. അതാണ് പ്രശ്നം. പശുവിന് നമ്മുടെ കാളയ്ക്കോ പോത്തിനൊക്കെയല്ലേ ചുവപ്പുണ്ട് ഇളകുന്നേ. എനിക്കറിയില്ല, പശുവിന് വല്ല ചെറുതായിട്ട് കുഴപ്പമുണ്ടാവും. ഇല്ല, അത് അവിടെ ഉണ്ട്. അതുകൊണ്ട് കയർ കെട്ടിയ പശു ആണ്. സോ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ചേച്ചി അവിടെ ഉണ്ട്. അതെ, പോയി നോക്കാം. അവര് പോയി. സോ നമുക്കും പോവാം. അതെ, എന്നാലും ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ കമ്മ്യൂണിറ്റി. ചേച്ചി, അയ്യോ ചേച്ചി ദേ പോണ്. അക്കാ ചേച്ചി പോയി. സാരി എടുത്തൊന്നും ഓടാൻ പോലും പറ്റില്ല. ഇവിടെ കുറച്ച് നല്ല സ്ഥലം തോന്നുന്നല്ലേ. നല്ല കാറ്റൊക്കെ ഉണ്ട്. അത്ര വെയിൽ വരുന്നില്ല. കൊടയുടെ ഉപയോഗം. കുയില് പോയി കൊടുക്കും. കേരളത്തിലെത്തിയ പോലെ ഉണ്ട്. അടുത്തടുത്ത് വീടും
മുറ്റോ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണുന്നത്. അതാണ് ഇവിടെ ഭയങ്കര ഒരു ചോദിച്ചാലോ അക്ക മലയാളിസ്റ്റാണോ? എനിക്ക് പറയരുത് വീട് കണ്ടപ്പോഴേ ഇവിടെ വന്നപ്പോഴൊരു മലയാളി ടച്ച്. ഞങ്ങൾ ഇവിടെ ഈ ഏരിയയിൽ ഇങ്ങനത്തെ വീടേ കാണുന്നില്ല. പെട്ടെന്ന് കണ്ടപ്പോ കേരളത്തിലത്തെ വീട് മാറിണ്ടല്ലോ എന്ന് പറഞ്ഞുള്ളൂ. ഞങ്ങള് വിക്രം കോളേജ് നഴ്സിംഗ് സ്റ്റുഡൻസാ. മൂന്നാമത്തെ. നാട്ടില് ഞാൻ മലപ്പുറം, ഞാൻ എറണാകുളം, ആലപ്പുഴ. ഇവിടെ എത്രയായി? ഇവിടെ ലോങ് ആണോ? ഞങ്ങളിങ്ങനെ ഇറങ്ങി വരുമ്പോഴേ പറയരുത് ആ വീട് ഭയങ്കര ഒരു മലയാളി ടച്ച് ഉണ്ടെന്ന് പറഞ്ഞു വരായിരുന്നു. മുറ്റുള്ള വീട് ഇവിടെ ഇല്ലല്ലോ, മലയാളി ടച്ച് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു വരുന്നു. ചോദിക്കാൻ തോന്നി. ഉണ്ടല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ്? സെറ്റിലായല്ലേ? ആരൊക്കെയുണ്ട് വീട്ടില്? ആണോ? എവിടെയാ? അബുദാബി. ഞങ്ങള് കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ ഇവിടെ ലേക്ക് കാണാൻ വേണ്ടി ഇപ്പൊ വന്നായിരുന്നു ചുമ്മാ. ഇന്ന് ലാസ്റ്റ് ദിവസം. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അപ്പൊ ഈ സൈഡിക്ക് ഞങ്ങൾ ഇപ്പൊ ഫസ്റ്റ് ടൈം ആണ്. ഞങ്ങൾ അവിടെ മേലെ റോട്ടിലാണ് ഉണ്ടാവല്. ഇവിടെ ഫസ്റ്റ് ടൈമാ വന്ന്. ഓ കഴിച്ചു. അവിടെ എന്തായി? എടാ വീട് നോക്കാം, ഒരു കേരള ടച്ചില്ലേ നമ്മൾ കണ്ടപ്പോ. ഞാൻ ചോദിച്ചു ചുമ്മാ ഒക്കെ മലയാളിയാണോ? ലേക്ക് ഉണ്ട്, ഇങ്ങനെ വേറെ ലേക്ക് ഉണ്ട്, വേറെ ഇതുപോലത്തെ പുഴ പോലത്തെ സ്ഥലം ഉണ്ടോ വേറെ? ഇവിടെ ഇല്ല, വേറെ ഇല്ലല്ലേ? ശരി എന്നാ ബൈ. ഓക്കെ ബൈ. ചുമ്മാ കാണാം. ആണോ? ലൈക്കിന്റെ അടുത്ത് എത്തൂല? ചുമ്മാ പോവാം. ബൈ. ബൈ. കൊള്ളാം കൊള്ളാം. നമ്മളോട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവര് മുന്നേ പോയി. ശരി, ആദ്യം പോണുണ്ട്. മഴ പെയ്തോണ്ടാന്ന് തോന്നുന്നു. നോക്ക്. അതെ, അവരവിടെ നിപ്പുണ്ട്. ശിവദേ, അവിടെ വേറൊരു പശുക്കൂട്ടം. അല്ലടി പെയിന്റ്, നമ്മള് റെഡ് സാരി അല്ലേ എടുത്തിരിക്കുന്നേ? അല്ല, അത് കൊറേ വർഗമാണല്ലോ. ചിലപ്പോ പറയാൻ പറ്റില്ല. കഴിഞ്ഞിട്ട് പിന്നെ പശുകളോ കാളയോ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതേ അങ്ങോട്ട് എത്തും തോന്നുന്നു. അല്ല ശരിയായി അങ്ങനെ അതിവിടെ ഒരു മാവ് കണ്ടേ. ഫൈനലി ലേക്ക് കണ്ടിരിക്കുന്നു ഗൈസ്. അതെ അതെ. താറാവാണോ അത്? കളത്തിലിറങ്ങിട്ടോ എല്ലാവരും തലയും എല്ലാം മാറ്റണമെന്ന് അറിയും. റെഡി ആയിക്കോളെ രാത്രി ഒഴിയാൻ വേണ്ടിട്ട്. വ്ലോഗ് എടുക്കുന്ന തിരക്കില്ല. നമുക്ക് തോട്ടി തരൂന്ന് മരക്കൊമ്പല്ലേ കിടക്കുള്ളൂ. നമ്മൾ ഉന്നക്കാരി ആർച്ച ഇവിടെ ഇരിക്കുന്നു. എന്റെ വീഡിയോ ഒഴിവാക്കിയതാ. അല്ല, ഞാൻ പറയും ഓണർ വന്നിട്ടുണ്ട്.
ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. അവരിങ്ങനെ നോക്കുന്നുണ്ട്. ഇത് സംഭവം ഒരു തടിമില്ലാണ് കേട്ടോ. ഇതിന്റെ ബാക്കിലായിട്ട് വലിയൊരു മാവ്, അതിലാണെങ്കിൽ നിറച്ചു മാങ്ങയുണ്ട് കേട്ടോ. എല്ലാരും ഉന്നം വെച്ച് എറിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ, മാങ്ങ എന്തെങ്കിലുമൊക്കെ വീഴുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എറിയുന്നത് കണ്ടിട്ട് അവിടുത്തെ പണിക്കാരെല്ലാം വന്ന് ഞങ്ങളിത് സഹായിക്കുന്നുണ്ട്. നിങ്ങൾ പാവം സ്നേഹമുള്ളൊരു ചേട്ടൻ. വീണു 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 കിളി കൊത്തിയതാവോ. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ഈ തോട്ടി ഇങ്ങനെ എടുത്തോണ്ട് വന്നത്. അത് ആ ചേട്ടൻ്റെ ഇഷ്ടപ്രകാരം എടുത്തോണ്ട് വന്ന് ഞങ്ങൾക്ക് ആ മാങ്ങ പറിച്ചു തരുന്നതാണ്. അങ്ങനെ അടുത്തുള്ള മാങ്ങകളൊക്കെ കുറച്ചൊക്കെ ഞങ്ങൾക്ക് എടുത്ത് പറിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അവര്. പക്ഷെ ഞങ്ങളുടെ മൈൻഡിൽ സത്യം പറഞ്ഞാൽ ആ മാവോട് വേണമെങ്കിൽ കൊണ്ടുപോകാനുള്ള ഒരു ഇതുണ്ട്. ഇങ്ങനെ മാങ്ങയൊക്കെ മാവ് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നതാണ് ആർക്കാ ഇങ്ങനെയൊക്കെ തോന്നാത്തത്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു തടിമില്ലാണെന്ന്. തടിമില്ല് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്തായിട്ട് ഈ തടിയൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നതുകൊണ്ടാട്ടോ. ഇനിയിപ്പോൾ സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഓ മൈ ഗോഡ്, നമുക്ക് പറിച്ചു തരാനാണോ? ചേട്ടന്റെ മേളിൽ എനിക്ക് വയ്യ. നല്ല സ്നേഹമുള്ള ചേട്ടന്മാരാട്ടോ അവര്. ഞങ്ങൾ ആദ്യമേ കല്ലൊക്കെ എടുത്ത് എറിയുന്ന കണ്ട് അവർ അടുത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ ആദ്യം പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളെ വഴക്ക് പറയാൻ വരികയാണ്. പക്ഷെ അങ്ങനെയല്ല, അവർ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് കുറേ മാങ്ങ പറിച്ചു തന്നു. ഞങ്ങൾ കുറച്ചുകൂടെ പറിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോയപ്പോൾ അവർ കൊമ്പിന്റെ മേളിൽ കയറി പറിക്കുക. ആരാന്ന് പോലും അറിയാത്ത ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ദേ ആർ എ ഗുഡ് ഹ്യൂമൻ ബീങ്. പക്ഷെ ഇങ്ങനെ കൊമ്പിന്റെ മേളിലൊക്കെ കയറിയപ്പോൾ സത്യമായിട്ട് ഞങ്ങൾക്ക് പേടിയായിട്ടോ. പിന്നെ ഞങ്ങൾ അവരോട് പറഞ്ഞു കേട്ടോ, വേണ്ട ചേട്ടാ കുഴപ്പമില്ല, ഇതൊക്കെ മതി. അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയത്. മാങ്ങ മാത്രമല്ല കേട്ടോ, അവിടെ അടുത്തുനിന്ന് ഞങ്ങളൊരു കപ്പളങ്ങാപ്പഴം മീൻസ് പപ്പായ അതും പറിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് എത്ര നാളായി. ഞങ്ങൾ ആ കോളേജ് ഹോസ്റ്റലിൽ തന്നെയല്ലേ എപ്പോഴും ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ പ്രകൃതിയായിട്ട് ഇങ്ങനെ ഇണങ്ങി ചേരാനൊരു അവസ്ഥ കിട്ടിയപ്പോൾ ഞങ്ങളത് മുതലാക്കി, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ആ പപ്പായ ആട്ടോ അവളുടെ കയ്യിലിരിക്കുന്നത്. ഇതാ പിന്നെ ഇതൊരു കുഞ്ഞമ്പലം പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ആട്ടോ, കുറേ ഫോട്ടോ ഒക്കെ ആയിട്ട്. പിന്നെ ഈ മരത്തിന്റെ ചുറ്റും എന്തൊക്കെയോ ആണിയൊക്കെ അടിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പേടിയായിട്ടുണ്ടായിരുന്നു. ഇതാ ഈ പപ്പായ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് ഞങ്ങളൊരു കവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോദിച്ചപ്പോൾ തന്നെ അവർ ആ കവർ എടുത്തു തന്നു. ഇതെന്താ ഇവർക്കൊക്കെ ഇത്രയ്ക്ക് സ്നേഹം, അല്ലെങ്കിൽ ഈ നാട്ടുകാർക്കൊക്കെ ഇത്രയ്ക്ക് സ്നേഹമുള്ള നാട്ടുകാരാണോ? ഏതോ ഒരു മൂവിയിൽ സലീം കുമാർ ചോദിച്ച പോലെ ഇതിപ്പോൾ എനിക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ? അങ്ങനെ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ എന്താ നമ്മൾ നടന്ന് അടുത്ത സ്പോട്ടിലെത്തി. ഇത് ശരിക്കും വലിയൊരു ഗ്രൗണ്ട് ആട്ടോ. ഇവിടെ മാവ് പിന്നെ പുളിമരം ഒക്കെ ഉണ്ട്. ഞങ്ങൾ തോട്ടിയിട്ടാണ് പറിക്കാൻ നോക്കിയത്, പക്ഷെ കുറച്ചൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പത്തേക്കും ആ വീട്ടിലുള്ള ചേച്ചി കണ്ടു. അതെങ്ങനെയാ, നമ്മുടെ ഈ റെഡ് സാരി എത്ര അകലെ നോക്കിയാലും കാണാൻ പറ്റും. സമ്മതിക്കുന്നില്ല, പക്ഷെ കുറച്ച് പറിച്ചിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ നിന്ന്. അതെ, നമുക്ക് പോവാം. കിട്ടിയില്ലേ, കുറച്ച് കിട്ടിയില്ലേ? ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പുളിമരത്തിന്റെ ചോട്ടിലാണ്. ഇവിടെയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. ബട്ട് മൊത്തം മുള്ള. ഈ മുള്ള കൊണ്ട് ചിലപ്പോ സാരി കീറും തോന്നുന്നു. ഓ മൈ ഗോഡ്, നീ എന്തെങ്കിലും മുള്ള ഇതാക്കിയോ? മൊത്തം ഒരു മുള്ളു സെറ്റപ്പ്. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം. എന്ത് രസം. മൈ ഗോഡ്, നമുക്ക് പോവാം. ബട്ട് നല്ല സ്ഥലം, നല്ല കാറ്റുണ്ട്. പക്ഷെ തണലില്ല. നേരത്തെ കണ്ട സ്ഥലം പോലെ തണലില്ല. ബട്ട് മൊത്തം വെയില, നല്ല കാറ്റുണ്ട്. മയിലോ? മയില് കണ്ടില്ല. മയില് നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ല. പണ്ട് കൊണ്ടേരായിരുന്നപ്പോ എന്തോരം മയിലായിരുന്നു അവിടെ. എന്ന് രാവിലെ അതിന്റെ സൗണ്ട് കേട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റോണ്ടിരുന്നത്. ആ അപ്പുറത്തെ ഗ്രൗണ്ടില് നിറയെ മയിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. ബിക്കോസ് വീട്ടുകാര് കണ്ടു. ഞാൻ ഒരു സീനാക്കുന്ന മുന്നേ പോവാം, അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരം. അതെ, ഇവിടെ കുറച്ച് നേരം നടക്കാനും ഉണ്ട് നമുക്ക്. പക്ഷെ മാങ്ങ കിട്ടി, കുറച്ചൊക്കെ പറിച്ചു. നല്ല പഴുത്ത മാങ്ങയാ. ഇന്നലെ കഴിച്ചപ്പോ തന്നെ എന്താ ടേസ്റ്റ്. ആവും. ഇന്നലെ എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് സ്റ്റഡി അവറിലായിരുന്നു. ഇതൊക്കെ മയർന്നാൻ കാണണം. അവിടുന്ന് മാങ്ങ കിട്ടിയില്ലെങ്കിലും വിഷമിക്കണ്ട കേട്ടോ. കാരണം നമുക്കിവിടെ വേറൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ, മാങ്ങമരത്തിന്റെ മാവിന്റെ. എനിക്ക് എപ്പോഴും മാങ്ങമരം. ഇവിടെ കുറേ മാവുണ്ട് കേട്ടോ, കുറേ മാവുണ്ട്. ഇന്നലത്തെ കാറ്റിലും മഴയിലാന്ന് തോന്നുന്നു. കുറെ മാങ്ങ താഴെ നോക്ക്, ഫുൾ മാങ്ങയാണ്. ആരും പറിക്കാറില്ല, എടുക്കാറില്ല തോന്നുന്നു. ഇത് ഫുൾ ഒരു പ്രകൃതി രമണീയ സ്ഥലം കേട്ടോ. മാവ് മൊത്തം കാടും നല്ല വഴിയൊക്കെ ആയിട്ട് ഭയങ്കര സ്റ്റെപ്സ്, തോടോ ലേക്കോ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്.
ഇവിടെ അടുത്തായിട്ട് റോഡും ഉണ്ട്. കൊള്ളാം. ഈ സ്ഥലം എനിക്ക് ഇവിടെ വന്നതിന് ഏറ്റവും ഇഷ്ടമായ സ്ഥലം ഇത്. ലാസ്റ്റ് ഡേ ഓഫ് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എന്തായാലും ഓർത്തിരിക്കും. നല്ല രസമുണ്ടായിരുന്നു. വെയിലാണെങ്കിലും എല്ലാരും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. കുറച്ചുകൂടി നേരത്തെ ഇന്നലെ രാത്രിയിൽ മഴ പെയ്തു എന്നാ തോന്നുന്നത്. എല്ലാ മാങ്ങയും ഇങ്ങനെ ചെതറി താഴെ കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാ മാങ്ങയല്ല, കുറച്ച് മാങ്ങകളൊക്കെ മേളിൽ കിടക്കുന്നുണ്ട്. ഉന്നുള്ള എല്ലാവരും ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എറിഞ്ഞു വീഴ്ത്തിയ മാങ്ങകളാട്ടോ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും 2 കവർ നിറച്ചും ബാഗിലും ഒക്കെ ഞങ്ങൾ എറിഞ്ഞു വീഴ്ത്തിയ മാങ്ങകളാണ്. ഇത്രയും ദിവസം മന്തില് ബർത്തായ ദിവസം 2 കൊട്ട നിറയെ ഞങ്ങൾ മാങ്ങയെ മയത്തിരിക്കെ ബസ്സിലേക്ക്. മാങ്ങ മാത്രം, പപ്പായ മാങ്ങ കിട്ടുന്നതൊക്കെ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത് നല്ല ചെന്നാക്കിത മാങ്ങ സ്വീറ്റ് മാംഗോ. അതിന്റെ പൈസ മൊത്തം ഇതിന്റെ കവറില നമ്മള് പറിച്ച് ആന്റി നമ്മള് ഇത് കാണിച്ചു കൊടുക്കും. ഭാഗം കാണിച്ചു കൊടുക്ക്. ഫുള്ള് വേറെ പണിയൊന്നുമില്ല. പഴുത്തത് സ്വീറ്റ് എടുത്തോ. ഏത് വേണേ തപ്പി എടുത്തോ. ഏത് വേണം എടുക്കാം. ഏതെടുത്താലും ഫ്രീ. രണ്ടാഴ്ചത്തെ പോസ്റ്റിംഗിന് ശേഷം ഇന്നതിവിടെ സമാപിച്ചിരിക്കുകയാണ്. പോസ്റ്റിംഗ് കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോ ഒരു വിഷമമുണ്ട്. ഈ തിങ്കളാഴ്ച മുതൽ ക്ലാസ് ഇരിക്കുകയാണ്. കറി, സോയാബീൻ, അച്ചാർ. നിന്റെ ഫേവറേറ്റ് സോയാബീൻ എടുത്ത് കഴിക്കും. സോയാബീൻ ഭയങ്കര ഉപ്പാ. അച്ചാറുകളൊക്കെ മിക്സ് ചെയ്ത് കഴിക്കും. ഞാൻ ഒന്ന് കഴിക്കട്ടെ. അച്ഛനെയാണോ ലാൻഡ് ക്രൂയിസറിൽ വന്നത്? അങ്ങനെ 15 ദിവസത്തെ പോസ്റ്റിംഗ് ആയി ഇവിടെ കഴിയാട്ടോ. ഒന്ന് കൊണ്ട് ഇറക്കി വെച്ചിട്ട് വേണം പോസ്റ്റിംഗിന്റെ ഇത് അവസാനിപ്പിക്കാൻ. അയ്യോ 2 അല്ല, ഏത് സാധനത്തിൽ ഐഡിയ ഓ മൈ ഗോഡ്. അങ്ങനെ ഇതിപ്പോ ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം. കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പോസ്റ്റിംഗ് തീർന്നു. പോസ്റ്റിംഗ്